പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ചോറുണ്ണാനായിട്ട് പറ്റും. അത്രയ്ക്ക് പൊളിയ, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമാങ്ങ വേണം. ഞാനിതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു മാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഈ രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, നമ്മുടെ എരിവിനനുസരിച്ച് വറ്റമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ച് വറ്റൽമുളക് എടുത്താൽ മതി കേട്ടോ. ഒരു 4 എണ്ണോ 5 എണ്ണോ ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. അപ്പോൾ കടുക് ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്, മുളകും നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഒരു സെയിം പാനിൽ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് പൊട്ടിച്ചെടുത്ത ശേഷം 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും മാങ്ങയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു തേങ്ങയിലേക്ക് ആ ഒരു വെള്ളം പോയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മുളക് പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരു മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ശർക്കര പൊടിച്ചതും 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കായപ്പൊടി കൂടി പോകേണ്ട 2 നുള്ള് മതിയെ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചെറിയൊരു മധുരം കൂടെ കിട്ടുമ്പോൾ ഈ എരിവിലേക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അത് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സംഭവം സെറ്റ്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം തന്നെ കഴിക്കണം നിർബന്ധമൊന്നുമില്ല. പിറ്റേ ദിവസമൊക്കെ ആയിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതിയിട്ട് വേറൊരു കറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചോറ് വയറ് നിറയെ കഴിക്കാനായിട്ട് അത്രയ്ക്കും പൊളിയാണ്. ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്